ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് അസിംപ്റ്റോട്ടിക് നൊട്ടേഷൻസ് ഏതൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞു. ഏതൊക്കെയായിരുന്നു? ബിഗ് ഒ, ബിഗ് ഒമേഗ, തീറ്റ എന്ന് പറയുന്നത്. ബിഗ് ഒ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എഫ് ഓഫ് എൻ എന്ന് പറയുന്നത് എസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി ഇൻറ്റു ജി ഓഫ് എൻ. സി എന്ന് പറയുന്ന ഒരു കോൺസ്റ്റൻ്റ് ആണ്. ബിഗ് ഒമേഗ ആണെങ്കിൽ അത് തിരിച്ചു വരും. എങ്ങനെ? എഫ് ഓഫ് എൻ എസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സി ഇൻറ്റു ജി ഓഫ് എൻ. ഇൻ തീറ്റയുടെ കേസിലാണെങ്കിലോ രണ്ട് കോൺസ്റ്റൻസ് ഉണ്ട്. ഏതൊക്കെയാ? C1 C2 എന്ന് പറയുന്ന രണ്ട് കോൺസ്റ്റൻസ് ഉണ്ടെങ്കിൽ നമ്മുടെ ജി ഓഫ് എൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ എഫ് ഓഫ് എൻ അതിൻ്റെ മിഡിലുള്ള ഒരു വാല്യൂ ആയിരിക്കും. അതായത് C1 ഇൻറ്റു ജി ഓഫ് എൻ ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എൻ വിച്ച് ഈസ് ഓൾവേസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു C2 ഇൻറ്റു ജി ഓഫ് എൻ. അവിടെ C1ഉം C2ഉം രണ്ട് കോൺസ്റ്റൻസ് വാല്യൂസ് ആണ്. ഓക്കെ, അപ്പോൾ അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് അസിംപ്റ്റോട്ടിക് നൊട്ടേഷൻസിൻ്റെ പ്രോപ്പർട്ടീസാണ്. 3 പ്രോപ്പർട്ടീസാണ് നമ്മുടെ ബിഗ് ഒ ആയാലും ബിഗ് ഒമേഗ ആയാലും തീറ്റ ആയാലും നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. 3 പ്രോപ്പർട്ടീസാണ്: റിഫ്ലെക്സീവ്, സിമെട്രിക് ആൻഡ് ട്രാൻസിറ്റീവ്. ഓക്കെ, അപ്പോൾ റിഫ്ലെക്സീവ് എന്താണ്, സിമെട്രിക് എന്താണ്, ട്രാൻസിറ്റീവ് എന്താണ് എന്ന് പറയുന്നതിന് മുമ്പ് നമ്മൾ അതിനകത്ത് റെപ്രസെൻറ്റേഷൻസ് കുറച്ചുകൂടി സിംപ്ലിഫിക്കേഷനിൽ നമ്മുടെ റെപ്രസെൻറ്റേഷൻ പറയുന്നത്. ഇൻ കേസ് ഓഫ് ബിഗ് ഓയിലാണെങ്കിൽ നമ്മൾ പറഞ്ഞു എഫ് ഓഫ് എൻ എന്ന് പറയുന്നത് ലെസ് ദാൻ ഒരു സി ഇസ് ഈക്വൽ ടു സി ഇൻറ്റു ജി ഓഫ് എൻ. ഒരു കോൺസ്റ്റൻറ്റ് ഇൻറ്റു ജി ഓഫ് എൻ. ഒരു കോൺസ്റ്റൻറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും മൾട്ടിപ്ലൈ ചെയ്തില്ലെങ്കിലും എന്താണ് അവിടെ ഒരു എഫ് ഓഫ് എൻ എപ്പോഴും അതിനേക്കാൾ കുറവോ അല്ലെങ്കിൽ ഈക്വലോ ആയിരിക്കും. അപ്പോൾ അതിനെ നമുക്ക് ജനറലൈസ് ചെയ്ത് എഫ് ഓഫ് എൻ ഇസ് ഈക്വൽ ടു എന്തെന്ന് പറയാം? ലെസ് ദാൻ ഓർ ഈക്വൽ ടു ജി ഓഫ് എൻ എന്ന് പറയാം. അതുപോലെ നമുക്കതിനെ സിംപ്ലി നമ്മൾ എഫ് ഓഫ് എന്നിനെ എ എന്നും ജി ഓഫ് എന്നിനെ ബി എന്നും റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കതിനെ സിമ്പിളായിട്ട് എന്തെന്ന് പറയാം? എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി എന്ന് പറയാം. അത് ഏതിൻ്റെ കേസിൽ? ബിഗ് ഒയുടെ കേസിൽ. ഓക്കെ, ആക്ച്വലി ബിഗ് ഒ എന്ന് പറയുന്നത് എഫ് ഓഫ് എൻ ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി ഇൻറ്റു ജി ഓഫ് എൻ ആണ്. ആ സി എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആണ്. 1ഓ 2ഓ 3ഓ 4ഓ എനിത്തിങ്, ഇനിയൊരു കോൺസ്റ്റൻറ്റ് വാല്യൂ വരുന്നതാണ് സി എന്ന് പറയുന്നത്. അപ്പോൾ അത് സി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് ചെറുതാണ് എന്ന് പറഞ്ഞാൽ ജി ഓഫ് എന്നിനേക്കാൾ ചെറുതാണെന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് എന്നിന് പകരം നമ്മൾ സിംപ്ലി എ എന്നും ജി ഓഫ് എന്നിന് വേണ്ടിയിട്ട് സിംപ്ലി ബി എന്നും റെപ്രസെൻറ്റ് ചെയ്താൽ എഫ് ഓഫ് എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ജി ഓഫ് എൻ എന്ന് പറയുന്നത് എങ്ങനെ എഴുതാം? എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി എന്ന് എഴുതാം. അതുപോലെ ഇൻ കേസ് ഓഫ് ബിഗ് ഒമേഗയാണെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് എഫ് ഓഫ് എൻ എസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സി ഇൻറ്റു ജി ഓഫ് എൻ. സി എന്ന് പറയുന്നത് കോൺസ്റ്റൻറ്റ് വാല്യൂ. അപ്പോൾ അതിനെ നമ്മൾ നേരത്തെ ബിഗ് ഒയിൽ എഴുതിയതുപോലെ നമുക്ക് എങ്ങനെ എഴുതാം? എഫ് ഓഫ് എൻ എസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ജി ഓഫ് എൻ. അപ്പോൾ സിംപ്ലി നമ്മൾ എയും ബിയും വെച്ച് റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്തെന്ന് പറയാം? എ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ബി എന്ന് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇൻ കേസ് ഓഫ് തീറ്റ ആണെങ്കിൽ തീറ്റയ്ക്കകത്ത് നമ്മൾ എന്താണ്? C1 ഇൻറ്റു ജി ഓഫ് എൻ എസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എൻ വിച്ച് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു C2 ഇൻറ്റു ജി ഓഫ് എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് എഫ് ഓഫ് എന്നിന് ഞാൻ താഴെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. നോക്കൂ അതെങ്ങനെയാണ്. ഞാൻ എഫ് ഓഫ് എൻ ഇസ് ഈക്വൽ ടു ജി ഓഫ് എൻ എന്ന് പറയാൻ പോവാണ്. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇഫ് ഞാൻ എഫ് ഓഫ് എന്നിന് ഞാൻ 2n² എന്ന് കൊടുത്തു, ജി ഓഫ് എൻ എന്ന് പറയുന്നത് n² എന്ന് കൊടുത്തു, എന്നിട്ട് ഞാൻ C1നും C2നും കോൺസ്റ്റൻസ് വാല്യൂസ് കൊടുത്തു. അതായത് ഇപ്പോൾ എഫ് ഓഫ് എൻ 2n², എഫ് ഓഫ് എൻ 2n² എന്ന് പറയുമ്പോൾ നമ്മൾ അതിനകത്ത് എന്താണ് ഈ കേസിൽ എഫ് ഓഫ് എൻ എന്ന് പറയുന്ന വാല്യൂ അതിനകത്ത് നമ്മൾ 2n² കൊടുത്തു. ഓക്കെ, എഫ് ഓഫ് എൻ 2n². എഫ് ഓഫ് എൻ 2n² ആണെങ്കിൽ അതിനേക്കാൾ ചെറിയ വാല്യൂ ആയിരിക്കുമല്ലോ ഏത്? സി ഇൻറ്റു ജി ഓഫ് എൻ. ഓക്കെ, ഞാൻ ജി ഓഫ് എന്നും n² കൊടുത്തു കഴിഞ്ഞാൽ എന്താണ്? 2n²നേക്കാൾ ചെറിയൊരു n² ആയിരിക്കും ഈ ടേം മൊത്തത്തിൽ. ഓക്കെ, അപ്പോൾ ഞാൻ അവിടെ C1ന് പകരം 1 കൊടുത്തു. 1n², ദാറ്റ് ഇസ് n² എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2n². ഇനി ജി ഓഫ് എൻ ഞാൻ n² തന്നെ പറയുന്നു. അപ്പോൾ C2ന് ഞാൻ വാല്യൂ അതിലേക്കാൾ കുറച്ചുകൂടി കൂടുതൽ കൊടുക്കണ്ടേ? സോ അതിന് ഞാൻ 3n² എന്ന് പ്രൊവൈഡ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യം നമ്മുടെ തീറ്റ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ലേ? 1n² is less than or equal to 2n² less than or equal to 3n². ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ഫങ്ഷനായി? തീറ്റയായി അല്ലേ? എന്താണ്? C1 ഇൻറ്റു ജി ഓഫ് എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എൻ ദാറ്റ് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു C2 ഇൻറ്റു
ജി ഓഫ് എൻ. ഞാൻ ഈ കേസിൽ എൻ സ്ക്വയർ എടുത്തു. അതേപോലെ നമുക്ക് ഏത് കേസിൽ വേണമെങ്കിലും അങ്ങനെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെന്ന് പറയാം, എഫ് ഓഫ് എൻ എസ് ജി ഓഫ് എൻ. എഫ് ഓഫ് എന്നും ജി ഓഫ് എന്നും സെയിം ആയില്ലേ. ഇപ്പോൾ ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂസിൻ്റെ വ്യത്യാസം മാത്രമേ വരുന്നുള്ളൂ. എൻ സ്ക്വയർ ഈക്വൽ ടു മേ ബി എന്താണ് ഒരു വാല്യൂസിൻ്റെ ഒരു ചെറിയ വ്യത്യാസം മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ അതിന് നമ്മൾ അപ്രോക്സിമേറ്റ്ലി എന്തെന്ന് എഴുതാം, എഫ് ഓഫ് എൻ എസ് ഈക്വൽ ടു ജി ഓഫ് എൻ എന്ന് എഴുതാം. ഓക്കെ. അപ്പോൾ നമ്മൾ തീറ്റയുടെ കേസിൽ C1 ഇൻറ്റു ജി ഓഫ് എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു C2 ഇൻറ്റു ജി ഓഫ് എന്നിനെ നമ്മൾ സിംപ്ലി എന്തെന്ന് പറയുന്നു, എഫ് ഓഫ് എൻ എസ് ഈക്വൽ ടു ജി എഫ് എൻ എന്ന് പറയും. ഓക്കെ. ഇനി നമ്മൾ ആ റിഫ്ലക്സീവ്, സിമെട്രിക്, ട്രാൻസിറ്റീവ് എന്തെന്നാണ് പറയുന്നത്. അടുത്ത റിഫ്ലക്സീവ് എന്ന് പറഞ്ഞാൽ ഒരു ഫംഗ്ഷൻ റിഫ്ലക്സീവ് എന്ന് പറഞ്ഞാൽ ഇഫ് ആൻഡ് ഓൺലി ഇഫ് എഫ് ഓഫ് എൻ എസ് ഈക്വൽ ടു ജി ഓഫ് എൻ, ദാറ്റ് ഈസ് ബോത്ത് എൽ എച്ച് എസ് ആൻഡ് ആർ എസ് ഷുഡ് ബി സെയിം. ദാറ്റ് ഈസ് ഇപ്പോൾ ഞാൻ എ എന്നാണ് കൊടുക്കുന്നതെങ്കിൽ എ ഈക്വൽ ടു എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ്, റിഫ്ലക്സീവ് പ്രോപ്പർട്ടി. ഞാൻ ഈ ഈക്വലിൻ്റെ ലെഫ്റ്റ് സൈഡിൽ എന്ത് കൊടുത്തോ അത് തന്നെ റൈറ്റ് സൈഡിലും കൊടുത്തു കഴിഞ്ഞാൽ ആ പറയുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, റിഫ്ലക്സീവ്. റിഫ്ലക്സീവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രതിബിംബം എന്നുള്ളൊരു ഉദ്ദേശമാണ്. അപ്പം ഞാനിപ്പുറത്ത് ഒരു മിററിന് ഇപ്പുറം നിന്നാൽ എൻ്റെ മിററിൽ കാണുന്നത് എൻ്റെ റിഫ്ലക്സീവാണ് അല്ലേ. അതായത് ഞാൻ തന്നെയാണ് അവിടെ കാണുക അല്ലേ. അതായത് എൽ എച്ച് എസ് എൽ കൊടുക്കുന്നത് തന്നെയാണ് ആർ എച്ച് എസ് എൽ വരേണ്ടത്. ഈക്വലിൻ്റെ ലെഫ്റ്റിൽ എന്തായിരുന്നോ അത് തന്നെയായിരിക്കണം ഈക്വലിൻ്റെ റൈറ്റ്. അങ്ങനെയാണെങ്കിൽ ആ ഫംഗ്ഷനെ നമുക്ക് എന്തെന്ന് പറയാം, റിഫ്ലക്സീവ് എന്ന് പറയാം. Okay, അപ്പോൾ എഫ് ഓഫ് എൻ എസ് ഈക്വൽ ടു ജി ഓഫ് എൻ ഇൻ കേസ് ഓഫ് ബിഗ് ഒ, ഒമേഗ, തീറ്റ, ബിക്കോസ് ഇഫ് ഈക്വൽ സൈൻ ദീസ് ത്രീ ആർ റിഫ്ലക്സീവ്. ഇപ്പോൾ ഞാൻ എ ബി എന്ന് പറയുന്ന രണ്ട് ഫംഗ്ഷൻ എടുത്തു കഴിഞ്ഞാൽ ബിഗ് ഒയുടെ കേസിൽ എന്താണ്, എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി. ഈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണ്, അതെന്താവാം, എ ഈക്വൽ ടു ബി ആവാം. ഇനി ബിഗ് ഒമേഗയുടെ കേസാണെങ്കിലോ എ ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, എ ഈക്വൽ ടു ബിയും ആകാം. ഇനി തീറ്റയുടെ കേസിലാണെങ്കിലോ നമ്മളൊരു കോൺസ്റ്റൻറ്റ് വാല്യൂവും കൂടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബി എന്ന് പറയുന്ന വാല്യൂസ് ഞാനിപ്പോൾ എ ഈക്വൽ ടു ബി ഈക്വൽ ടു സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ഈക്വൽ ടു സി. അപ്പോൾ അത് കറക്റ്റായിട്ട് എനിക്ക് ആ മിറർ ഇമേജ് സെയിം തന്നെ വരുന്നത് കൊണ്ട് തീറ്റയും എന്ത് തന്നെയെന്ന് പറയാം, ഈക്വലാന്ന് പറയാം. അപ്പോൾ അതുകൊണ്ട് റിഫ്ലക്സീവ് പ്രോപ്പർട്ടിക്കകത്ത് ഇപ്പോൾ എനിക്ക് എഫ് എഫ് എൻ ഇസ് ഈക്വൽ ടു ജി ഓഫ് എൻ എന്ന് എഴുതാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ ഫംഗ്ഷൻ എഫ് ഓഫ് എൻ എന്ന് പറയുന്നത് എന്താണ്, റിഫ്ലക്സീവാണ്. അപ്പോൾ ബിഗ് ഒ, ബിഗ് ഒമേഗ, തീറ്റ ഈ കേസിലെല്ലാം എന്താണ്, റിഫ്ലക്സീവാണ്. എന്തുകൊണ്ടായി, എല്ലാം ലെസ് ദാൻ ഓർ ഈക്വൽ ടു കണ്ടീഷൻസ് ആണ് പറയുന്നത്. അതിൽ ലെസ് ദാൻ അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ എന്ന് പറയുന്ന ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഈക്വൽ ടു എന്ന് പറയുന്ന ഓപ്ഷനാണ് കൂടുതൽ വരിക. അപ്പോൾ ഈക്വൽ മേ ബി പ്രോബബ്ലി അതെന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. അതുകൊണ്ട് ബിഗ് ഒ, ബിഗ് ഒമേഗ, തീറ്റ എല്ലാം എന്തായിരിക്കും, റിഫ്ലക്സീവായി. ദെൻ നെക്സ്റ്റ് സിമെട്രിക്. സിമെട്രിക് എപ്പോഴാണ് സിമെട്രിക് ആവുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എഫ് ഓഫ് എൻ ഗ്രേറ്റർ ദാൻ ജി ഓഫ് എൻ ആണെങ്കിൽ ജി ഓഫ് എൻ ഗ്രേറ്റർ ദാൻ എഫ് ഓഫ് എൻ ആയിരിക്കണം. അതായത് ഇപ്പോൾ ഞാൻ എ പറയുന്നു, എ ഈസ് ഗ്രേറ്റർ ദാൻ ബി, അങ്ങനെയാണെങ്കിൽ ബി ഈസ് ഗ്രേറ്റർ ദാൻ എ എന്ന് പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മളതിനെ എന്തെന്ന് പറയും, എന്താ പറയുക, സിമെട്രിക് എന്ന് പറയും. എ ഗ്രേറ്റർ ദാൻ ബി എന്ന് പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ ബി ഗ്രേറ്റർ ദാൻ എ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, നമ്മുടെ അതിനകത്ത് വരുന്നത് സിമെട്രിക് എന്ന് പറയാൻ പറ്റും. അപ്പോൾ എ ഗ്രേറ്റർ ദാൻ ബി, ബി ഗ്രേറ്റർ ദാൻ എ എന്ന് പറയുന്നത് സാറ്റിസ്ഫൈ ചെയ്യുന്ന ലൊക്കേഷൻസ് എവിടെയാണ് വരുന്നത്, ഇപ്പോൾ എ ഗ്രേറ്റർ ദാൻ ബി ആണ്, ബി ഗ്രേറ്റർ ദാൻ എ ആണ്. അതായത് എഫ് ഓഫ് എൻ എസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ജി ഓഫ് എൻ എന്ന് പറഞ്ഞാൽ ജി ഓഫ് എൻ എസ് മേ ബി ഈക്വൽ ടു അല്ലെങ്കിൽ ലെസ് ദാൻ എന്തായിരിക്കാം, നമ്മുടെ കറസ്പോണ്ടിങ് ഇതിനകത്ത് വരിക. പക്ഷേ ബിഗ് ഒയ്ക്കകത്ത് നമുക്ക് സിമെട്രിക് പ്രോപ്പർട്ടി വരത്തില്ല, അതേപോലെ ഒമേഗയ്ക്കകത്തും വരത്തില്ല. എന്തുകൊണ്ട്, ഇപ്പോൾ എയും ബിയും ആണെങ്കിൽ എ ഗ്രേറ്റർ ദാൻ ബി എന്ന് പറഞ്ഞു, അപ്പോൾ എ ആണ് വലുത്, എന്നാൽ നമുക്ക് തിരിച്ച് ബി ആണ് കൂടുതൽ എന്ന് പറയാൻ പറ്റുമോ, ഇല്ല. അപ്പോൾ അത് ഈക്വൽ സൈൻ പറ്റും. ഈക്വൽ ഒരിക്കലും നമ്മൾ സിമെട്രിക്കിനകത്ത് നമ്മൾ പറയുന്നില്ല, ഗ്രേറ്റർ ഓപ്ഷനാണ് പറയുന്നത്. അപ്പോൾ അതിനകത്ത് എ ഗ്രേറ്റർ ദാൻ ബി ആണ്
എങ്കിൽ ബി ഗ്രേറ്റർ ദാൻ എ ആണോ എന്ന് ചോദിച്ചാൽ അല്ല. ഏതിൻ്റെ കേസിൽ? ബിഗ് ഒയിലും ഒമേഗയിലും. കാരണം എഫ് ഓഫ് എൻ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി ഇൻറ്റു ജി ഓഫ് എൻ എന്ന് പറയുന്നതാണ് ബിഗ് ഒ. എഫ് ഓഫ് എൻ ഇസ് ഗ്രേറ്റർ ദാൻ സി ഇൻറ്റു ജി ഓഫ് എൻ എന്ന് പറയുന്നതാണ് ബിഗ് ഒമേഗ. അപ്പോൾ എ ഗ്രേറ്റർ ദാൻ ബി എന്ന് പറയുന്നത് ബി ഗ്രേറ്റർ ദാൻ എ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല രണ്ട് കേസിലും. അതുകൊണ്ടത് സിമെട്രിക് അല്ല. ബട്ട് തീറ്റ ഈസ് സിമെട്രിക്. തീറ്റ സിമെട്രിക് എന്ന് പറയാൻ കാരണം C1 into G of n is less than or equal to F of n less than or equal to C2 into G of n. അപ്പോൾ ആ വാല്യൂസിൽ ലെസ് ദാൻ എന്ന് പറയുന്നത് ഇപ്പോൾ ആദ്യത്തേതിനേക്കാൾ കുറവാണ് എങ്കിൽ അടുത്തത് എന്താണ്? അപ്പോൾ ഏതാണ് ഏറ്റവും വലുത്? C2 ഇൻറ്റു ജി ഓഫ് എൻ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തെന്ന് പറയാം? C2 വലുതല്ലേ? എങ്ങനെ എഴുതാം നമുക്ക്? C2 ജി ഓഫ് എൻ എസ് ഗ്രേറ്റർ ദാൻ എന്തെന്ന് പറയാൻ പറ്റും? C1 ജി ഓഫ് എൻ പറയാൻ പറ്റില്ലേ? ഇത് C1 ജി ഓഫ് എൻ എസ് ലെസ് ദാൻ C2 ജി ഓഫ് എൻ. അങ്ങനെയല്ലേ നമ്മൾ എഴുതുമ്പോഴും വരുന്നത് അല്ലേ? നമ്മുടെ ഏതാ തീറ്റ റെപ്രസെൻറ്റേഷൻസ് നമ്മൾ C1 ജി ഓഫ് എൻ ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു C2 ജി ഓഫ് എൻ എന്ന് പറഞ്ഞാൽ C2 ആണ് വലുത്, C1 ആണ് ഏറ്റവും ചെറുത്. അപ്പോൾ C1 ലെസ് ദാൻ C2 ജി ഓഫ് എൻ എന്ന് പറയുന്നത് C2 ഗ്രേറ്റർ ദാൻ C1 എന്ന് പറയുന്നതും രണ്ടും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തീറ്റ ഈസ് സിമെട്രിക്. ദ നെക്സ്റ്റ് ട്രാൻസിറ്റീവ് പ്രോപ്പർട്ടി. ട്രാൻസിറ്റീവ് എന്ന് പറയുമ്പോൾ ഇഫ് എഫ് ഓഫ് എൻ ഇസ് ഈക്വൽ ടു ബിഗ് ഒ ഓഫ് ജി ഓഫ് എൻ ആൻഡ് ജി ഓഫ് എൻ ഇസ് ഈക്വൽ ടു ബിഗ് ഒ ഓഫ് എച്ച് ഓഫ് എൻ ആണെങ്കിൽ എഫ് ഓഫ് എൻ എന്ന് പറയുന്നത് ബിഗ് ഒ ഓഫ് എച്ച് ഓഫ് എൻ. അങ്ങനെയാണെങ്കിൽ അത് ട്രാൻസിറ്റീവ് പ്രോപ്പർട്ടിയാണ്. എഫ് ഓഫ് എൻ ജി ഓഫ് എന്നിൻ്റെ ബിഗ് ഒ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എഫ് ഓഫ് എൻ ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി ഇൻറ്റു ജി ഓഫ് എൻ. അതാണ് ആദ്യത്തേത് അല്ലേ? ബിഗ് ഒ ഓഫ് എന്ന് പറയുന്നത്. അടുത്ത ജി ഓഫ് എൻ ആണെങ്കിലോ ജി ഓഫ് എൻ ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി ഇൻറ്റു എച്ച് ഓഫ് എൻ അല്ലേ? എഫ് ഓഫ് എൻ ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി ഇൻറ്റു ജി ഓഫ് എൻ. ജി ഓഫ് എൻ ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എച്ച് ഓഫ് എൻ. അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് എൻ എന്ന് പറയുന്ന എന്താകാം? എഫ് ഓഫ് എൻ ഇസ് ഈക്വൽ ടു ബിഗ് ഒ ഓഫ് എച്ച് ഓഫ് എൻ. എന്താ? എഫ് ഓഫ് എൻ ഈസ് എന്തെന്ന് എഴുതാൻ പറ്റും? ലെസ് ദാൻ ഓർ ഈക്വൽ ടു എച്ച് ഓഫ് എൻ എന്ന് എഴുതാൻ പറ്റും. ലെസ് ദാൻ എഴുതുന്നത് എപ്പോഴും എവിടെയാ? ബിഗ് ഒയിൽ. സോ എഫ് ഓഫ് എൻ ഇസ് ഈക്വൽ ടു ബിഗ് ഒ ഓഫ് എച്ച് ഓഫ് എൻ. ഓക്കെ, അപ്പോൾ അത് ട്രാൻസിറ്റീവ് പ്രോപ്പർട്ടീസിൽ സാറ്റിസ്ഫൈ ചെയ്യും. എഫ് ഓഫ് എൻ ഇസ് ഈക്വൽ ടു എൻ സ്ക്വയർ, ജി ഓഫ് എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ ക്യൂബ് ആക്കി, എച്ച് ഓഫ് എൻ എന്ന് പറയുന്നത് എൻ റൈസ് ടു 4 ആണെങ്കിൽ എഫ് ഓഫ് എൻ ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ജി ഓഫ് എൻ ആണ്. ജി ഓഫ് എൻ ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എച്ച് ഓഫ് എൻ ആണ്. അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് എൻ ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്താണ്? ഈക്വൽ, ഇവിടെ ഈക്വൽ അല്ല, എന്താണ്? ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണ് വരുന്നത് കേട്ടോ. ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എൻ ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എച്ച് ഓഫ് എൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെന്ന് എഴുതാം? എഫ് ഓഫ് എൻ ഇസ് ഈക്വൽ ടു ബിഗ് ഒ ഓഫ് എച്ച് ഓഫ് എൻ. ഓക്കെ, അപ്പോൾ അതാണ് കറസ്പോണ്ടിങ് നമ്മുടെ പ്രോപ്പർട്ടീസ് ഓഫ് എന്തെന്ന് പറയുന്നത്? അസിംപ്റ്റോട്ടിക് നൊട്ടേഷൻസ്. ഏതൊക്കെ പ്രോപ്പർട്ടീസ് ഉണ്ട്? റിഫ്ലെക്സീവ്, സിമെട്രിക്, ട്രാൻസിറ്റീവ്. എന്താണ് റിഫ്ലെക്സീവ്? റിഫ്ലെക്സീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രതിബിംബമാണ്, മിററാണ്. അതായത് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഈക്വലിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും സെയിം ആയിരിക്കണം. എ ഈക്വൽ ടു എ എന്ന് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുന്നെങ്കിൽ, അതായത് എഫ് ഓഫ് എൻ ഇസ് ഈക്വൽ ടു ജി ഓഫ് എൻ എന്ന് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുന്നെങ്കിൽ ദാറ്റ് ഈസ് റിഫ്ലെക്സീവ് അല്ലേ? റിഫ്ലെക്സീവ് ഏതൊക്കെ റിഫ്ലെക്സീവാണ്? നമ്മുടെ ബിഗ് ഒ, ബിഗ് ഒമേഗ, തീറ്റ എല്ലാം എന്താണ്? റിഫ്ലെക്സീവാണ്. അതിനകത്ത് ഈക്വൽ സൈൻ വരുന്നത് കൊണ്ട് നമ്മൾ ലെസ് ദാനും ഗ്രേറ്റർ ദാനും അങ്ങ് റിമൂവ് ചെയ്യുന്നു. ഈക്വൽ ടു വെച്ച് പറയുമ്പോൾ എല്ലാം ഈക്വൽ ആണ്. സോ എന്ത് ചെയ്യാൻ പറ്റും? ഇതെല്ലാം റിഫ്ലെക്സീവ് എന്ന് പറയാം. ഇനി സിമെട്രിക്കിൻ്റെ കേസ് എന്ന് പറഞ്ഞാൽ എ ഗ്രേറ്റർ ദാൻ ബി ആണെങ്കിൽ എന്തായിരിക്കണം? ബി ഗ്രേറ്റർ ദാൻ എ ആവണം. അങ്ങനെയാണെങ്കിൽ സിമെട്രിക് എന്ന് പറയാൻ പറ്റൂ. പക്ഷേ നമ്മുടെ ബിഗ് ഒയുടെ കേസിൽ എ ഗ്രേറ്റർ ദാൻ എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി എന്നാണ്. അപ്പോൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടു കണ്ടീഷൻ ഓക്കെയാണ്. പക്ഷേ തിരിച്ച് നമ്മൾ ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എ ആണോ എന്ന് ചോദിച്ചാൽ ഈക്വൽ ടു ഓക്കെയാണ്, ഗ്രേറ്റർ എന്ന് പറയുന്ന ഫംഗ്ഷൻ വർക്ക് ചെയ്യില്ല ബിഗ് ഒയിൽ. തീറ്റയിലാണെങ്കിലോ എ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ബി എന്നാണ്. അപ്പോൾ ഈക്വൽ ടു കണ്ടീഷൻ ഓക്കെയാണ്, പക്ഷേ ബി
ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എ എന്ന് പറയുന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തില്ല. അപ്പോൾ അതുകൊണ്ട് എന്തെന്ന് പറയാം, അത് രണ്ടും സിമെട്രിക് അല്ല. തീറ്റ എന്ന് പറയുന്നത് സിമെട്രിക് ആണ്. തീറ്റ എന്ന് പറയുന്നത് സിമെട്രിക് ആവാൻ കാരണം എന്താണ്? C1g(n) ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു C2g(n) അല്ലേ? അപ്പോൾ C2 എന്ന് പറയുന്നത് എന്തായിരിക്കും? ഗ്രേറ്റർ ആയിരിക്കും. സോ ആ കണ്ടീഷൻസ് നമുക്ക് എഴുതാൻ പറ്റുന്നത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? തീറ്റ എന്ന് പറയുന്നത് സിമെട്രിക് എന്ന് പറയും. ദെൻ ട്രാൻസിറ്റീവ് എന്ന് പറയുന്നത് f(n) എന്ന് പറയുന്നത് ബിഗ് O ഓഫ് g(n) ആണ്. g(n) എന്ന് പറയുന്നത് ബിഗ് O ഓഫ് h(n) ആണെങ്കിൽ f(n) എന്ന് പറയുന്നത് എന്തായിരിക്കും? ബിഗ് O ഓഫ് h(n). അങ്ങനത്തെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ പറയുന്നതാണ് ട്രാൻസിറ്റീവ് എന്ന് പറയുന്നത്. സോ ഈ ഒരു എക്സാമ്പിളിനകത്ത് f(n)നേക്കാൾ വലുതാണ് g(n) എന്ന് പറയുന്നത്, g(n)നേക്കാൾ വലുതാണ് h(n) എന്ന് പറയുന്നത്. സോ അങ്ങനെയാണെങ്കിൽ നമുക്കതിനെ ജനറലൈസ് ചെയ്ത് എന്തെന്ന് പറയാം? f(n) എന്ന് പറയുന്നത് h(n) ബിഗ് O ഓഫ് h(n). എപ്പോഴും f(n) ചെറുതാണ്, h(n) വലുതാണ്. സോ അത് വെച്ചിട്ട് നമുക്ക് ബിഗ് O നൊട്ടേഷൻസിനകത്ത് കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ കറസ്പോണ്ടിങ് ട്രാൻസിറ്റീവ് ഫങ്ഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ തീറ്റ എന്ന് പറയുന്നത് നമ്മുടെ കറസ്പോണ്ടിങ് ഇതിനകത്ത് ഏതൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ f(n)ൽ ആ ഒരു കണ്ടീഷൻസിൽ നമുക്ക് ഏതൊക്കെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ അതെല്ലാം എന്തായിരിക്കും? ട്രാൻസിറ്റീവ് ആയിരിക്കും. ഓക്കെ.